ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ നല്ല ബിസിയാണ്. ഇനിയും 2-3 ദിവസം കൂടെ അല്ല അവൾ നാട്ടിൽ പോകാൻ. പാക്കിങ്ങും എൻ്റെ അടുത്ത് പാക്കിങ്ങിൻ്റെ വീഡിയോ ചോദിച്ചാൽ എനിക്ക് ദൈവമേ എടുക്കാൻ പറ്റുന്നില്ല. കാരണം പോൾമോൻ്റേത് ഞാൻ ഒരു തരത്തിൽ അവൻ്റേത് പിന്നെ ഒരു ബാഗിലാക്കി. കാരണം ഇവരും നാട്ടിലോട്ട് ഇനിയിപ്പോൾ ഒരു ബാഗ് കൂടെ വാങ്ങിക്കേണ്ടി വരും. കാരണം ഒരു ചെറിയ പെട്ടിയും ഒരു ബാഗും ഇവർക്ക് വെച്ചിട്ടുണ്ട്. ഇവരും വരുന്നുണ്ടല്ലേ, അപ്പോൾ അവർക്കും വേണമല്ലോ. അത് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മൾ മാത്രമേ പോകുന്നുള്ളായിരുന്നെങ്കിൽ ഇത് മതിയായിരുന്നു. നോക്കട്ടെ, സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ട് എങ്ങനെയാണ് നോക്കട്ടെ. അപ്പോൾ എന്നോട് ഞാൻ കമൻറ്റിന് ഇന്നലത്തെ വീഡിയോ എന്ന് തോന്നുന്നു കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ട് ഇല്ല. ഷീബാബിനി ചോദിച്ചായിരുന്നു ഏത് ഫ്ലൈറ്റായി എപ്പോഴാണ്. 28-ാം തീയതി മോർണിംഗ് 10:30 ഇൻഡിഗോയിലാണ് പോണത്. അതാണ്. അപ്പോൾ 10:30 ആകുമ്പോൾ ഇവിടുന്ന് പോകണം. നമുക്ക് 6 മണിയാകുമ്പോഴത്തേനേലും ഇവിടുന്ന് ഇറങ്ങണം. 2 മണിക്കൂർ മുമ്പിട്ട് റിപ്പോർട്ട് ചെയ്യണ്ടേ. അതുകൊണ്ട് പിന്നെന്താ, അവിടുത്തെ ചക്ക കാണാൻ ഇരിക്കുന്നുണ്ട്. ചക്കയുടെ വീഡിയോ. പിന്നെ വേറെ എന്തെങ്ങാണ്ടൂടെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, അതിനും റിപ്ലൈ കൊടുത്തില്ല. ജയശ്രീ പറഞ്ഞായിരുന്നു ഈ വണ്ടിക്കാർ നാരങ്ങ വെള്ളത്തിന് കാര്യം പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ചില വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ലേ, അവർ ഈ വണ്ടിക്കാരൻ അതെങ്ങനെയാണെന്നോ, അവർ മധുര വെള്ളം, ഷുഗർ വെള്ളം, ഇതുപോലെ ഈ ഐസ്ക്രീം വണ്ടിക്കകത്ത് ഇങ്ങനെ അകത്ത് വെക്കത്തില്ല അവർ, അതുപോലുള്ളതിൻ്റെ അകത്ത് ഷുഗർ വെള്ളം അതിൻ്റെ അകത്ത് കാണും. പിന്നെ നാരങ്ങ നമുക്ക് അന്നേരം പിഴിഞ്ഞ് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഈ ഷുഗർ സിറപ്പ് വെള്ളം ഒഴിച്ചിട്ട് സബ്ജ സീഡും സോക്ക് ചെയ്ത് വെച്ചേക്കും. അതും ഇട്ട് തരും. നമ്മൾ വീണ്ടും സബ്ജ സീഡ് ഞാൻ വീണ്ടും ചോദിക്കും റീച്ചാൻ അതൊന്നും. പിന്നെ മസാലകൾ ഇട്ട് തരും അവർ. അത്രയും. അപ്പോൾ ആ ഐസ്ക്രീം അതുപോലുള്ള ഇതിൻ്റെ അകത്ത് ഈ ഷുഗർ വെള്ളം കിടക്കുന്നതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. പിന്നെ റീച്ചാൻ പ്ലെയിനായിട്ട് കുടിക്കുന്ന ഇഷ്ടം. ഞാൻ ഇച്ചിരി മസാലയൊക്കെ ഇട്ട് സബ്ജ സീഡ് വീണ്ടും ചോദിക്കുമ്പോൾ അവർ ഇട്ട് തരും. അങ്ങനെ ചിലരുടെയൊക്കെ കമൻറ്റിനൊന്നും റിപ്ലൈ കൊടുത്തില്ല. ചിലരുടെ അതിപ്പോൾ ഞാൻ ആദ്യം ഇട്ടവരുടെ അല്ല കൊടുക്കുന്നത്. നമ്മളിപ്പോൾ കമൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആരുടെ മുമ്പിൽ കിടക്കുന്നത് വെച്ചാൽ ചിലർ എനിക്ക് ഞാൻ രാവിലെ കമൻറ്റ് ഇട്ടിട്ട് എനിക്ക് റിപ്ലൈ തന്നില്ലല്ലോ എന്ന്. പിന്നെന്താ, പിന്നെ ഗീതേച്ച് പറഞ്ഞായിരുന്നു ഒരു പശുവിനെയും കൂടെ വാങ്ങിയിട്ട് ബോട്ടിലുകൾ കാണിച്ചിട്ടുണ്ട്. കുറേ ബോട്ടിലുകളുണ്ടല്ലോ. നാട്ടിലൊക്കെ കുപ്പിയിൽ നിറച്ചല്ലേ പാല് കൊടുക്കുന്നത്. എൻ്റെ ഒരു സ്വഭാവമായി ബോട്ടിലുകൾ ശേഖരണം. പിന്നെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഓരോന്നൊക്കെ ക്രമീകരിക്കുന്നു. ഇപ്പോൾ ഇവരാകുമ്പോൾ ഇവർക്ക് ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇവർ 24-ാം തീയതി അങ്ങോട്ട് വരും. അത്രയും ദിവസം നിൽക്കാൻ ഞാൻ ചിക്കൻ അച്ചാർ ഇട്ട് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറയും. എപ്പോഴും ചിക്കനല്ലേ, ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് എപ്പോഴും കഴിക്കണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അവരുടെ ഹെൽത്ത് അനുസരിച്ച് അവർ കഴിക്കട്ടെ. പിന്നെ ഇച്ചിരി ബീഫ് വാങ്ങിച്ച് അത് നന്നായിട്ട് കറി വെക്കുകയോ അങ്ങനെ ചെയ്താലേ ചപ്പാത്തിക്കൊക്കെ കൂടുതലും ചപ്പാത്തിയല്ലേ കഴിക്കാം. അപ്പോൾ അതൊക്കെ ആകുമ്പം കുഴപ്പമില്ല. പിന്നെ കുറച്ച് മോരൂടെ ഉണ്ടാക്കി വെക്കാം. ഇവർക്ക് കാബേജൊക്കെ കുഴപ്പമില്ല. കാബേജൊക്കെ എന്നാ കഴിയുന്നതൊക്കെ കുറച്ച് ഉണ്ടാക്കി വെക്കാം. എങ്ങനെയാണെങ്കിലും ഒരു 10-15 ദിവസത്തേക്കൊക്കെ പോവും. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം ഒതുക്കി വെച്ചിട്ട് പോകണം. അപ്പം ഇവിടെ അനു 1-ാം തീയതി തൊട്ട് വരും. എന്നോട് പറഞ്ഞായിരുന്നു 20-ാം തീയതി തൊട്ട് വരാം. ഞാൻ പറഞ്ഞു വേണ്ട, നീ ഇവിടെ അവൾ അവിടെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വെള്ളത്തിലൊന്നും കളിക്കാൻ നീ ഇപ്പോഴേ നിൽക്കേണ്ട കുറേ. അന്നേരം അവൾ 1-ാം തീയതി തൊട്ട് ഇന്ന് ഫോൺ ചെയ്തേ. അപ്പോൾ അവളൊരു സ്ത്രീയെ വെച്ചിട്ടല്ലേ പോയെ. അപ്പോൾ അവർ ഇന്ന് എന്നോട് ചോദിച്ചു ആ പെങ്കുച്ച് വരുമോ. ഞാൻ പറഞ്ഞു അവളെനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്, വരുമെന്ന് പറഞ്ഞു. അവൾ വന്നില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിലപ്പം ഇവർക്കൊക്കെ ഒന്നും സമയമില്ലല്ലോ അങ്ങനെ ചെയ്തിട്ട് ഓടി പോവുമല്ലേ. അപ്പം ഇവരുടെ ചെയ്ത്തും ഇത്തിരി പ്രായമുള്ള സ്ത്രീ, ഇവരുടെ ചെയ്ത്തും അത്ര നല്ലതല്ല. പിന്നെ കുറച്ച് നാളത്തേക്കിനല്ലയോ അവൾ പകരം വെച്ചല്ലയോ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞാലും ചെവിയും കേൾക്കത്തില്ലെന്ന് തോന്നുന്നു. ഇപ്പം എന്തെങ്കിലും ഇരിക്കുവാണെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റി നമ്മളിപ്പോൾ മറന്നു പോവാന്ന് വെച്ചു. പിന്നെ ടേബിൾ അങ്ങനെ ഈ പഠിക്കുന്ന പിള്ളേരുടെ പഠിക്കുന്ന ടേബിൾ ഫോൾഡ് ചെയ്ത് വെക്കാതെ നമ്മളന്നേരം മറന്നതാണെങ്കിൽ ഒന്ന് പറയത്തോലുമില്ല, ഒന്ന് ഫോൾഡ് ചെയ്യുന്നു. അനു എന്നാൽ അങ്ങനല്ല.
വരുമ്പോഴേ പറയും ഇതൊന്ന് ഫോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ അവൾ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ അവരുടെ ജോലിയാണ് തന്നേരം ഞാൻ പറഞ്ഞ് ഞാൻ അവളെയും കൊണ്ട് കിച്ചണിൻ്റെ മേളിലൊക്കെ ജനലൊക്കെ അവൾ കഴുകി തരും സമയമുള്ളപ്പം അവൾ വരാമെന്ന് പറഞ്ഞത്. അവളോട് ഞാൻ ചോദിച്ചെടി അവരിങ്ങനെ പറഞ്ഞു, അയ്യോ ആൻറ്റി വെക്കല്ലേ, ഞാൻ വന്നോളാം 1-ാം തീയതി. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നതിന് മുമ്പിട്ട് നീ ഇങ്ങോട്ടൊന്ന് വാന്ന് പറഞ്ഞു. കാരണം ഇച്ചിരി ടൊമാറ്റോയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനം പച്ചക്കറിയാക്കി ഇവരൊന്നും റീച്ചാനൊന്നും അങ്ങനെ ഞാൻ ചെയ്യാനുള്ളത് ചെയ്ത് വെച്ചിട്ടും ഇവരരിഞ്ഞ് റീച്ചാൻ അങ്ങ് ഓഫീസിൽ പോകത്തില്ല. പിന്നെ എപ്പോൾ വന്ന് അപ്പോൾ റീച്ചാൻ വരുമ്പോൾ പാതിരാത്രിയാവും. അപ്പച്ചനെ കൊണ്ട് ഇനി ഒന്നും നോക്കാം. അപ്പച്ചന് ഫ്രിഡ്ജിൽ വെക്കുന്നത് പോലും എടുത്ത് കഴിക്കാനുള്ള പറ്റും. ഞാൻ റീച്ചാനോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എന്തെങ്കിലും കൂട്ടാനാണെങ്കിൽ റീച്ചാൻ രാവിലെ പോകുമ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ബൗളിലെടുത്ത് കിച്ചണിൽ വെക്ക്. അപ്പോഴത്തേക്ക് ഉച്ചയാകുമ്പോഴത്തേക്കിന് അത് നോർമൽ ടെമ്പറേച്ചർ. ഓവനുണ്ട്, അതൊന്നും ഡാഡിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ് കഴിവതും റീച്ചാൻ നോക്കുമെങ്കിൽ വീട്ടിൽ ഇരുന്ന് അങ്ങ് ജോലി ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. വീട്ടിൽ ഇരുന്നാൽ നെറ്റ് പ്രോബ്ലം ഉണ്ട്, പിന്നെ സ്പീഡും ഇല്ല. അതുകൊണ്ടാണ് റീച്ചാൻ കൂടുതലും വീട്ടിൽ ഞാൻ പറയാം ആരും പിള്ളേരൊന്നും ബുദ്ധിമുട്ടിക്കാനില്ലല്ലേ, കഴിവതും വീട്ടിൽ ഇരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് ഇച്ചിരി ടൊമാറ്റോയും കാബേജും ഒക്കെ ഞാൻ ഉപയോഗിക്കാൻ എനിക്ക് കുറച്ച് ബാക്കിയുണ്ട്, അപ്പം അതൊക്കെ അവൾക്ക് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറയും നീ ഞായറാഴ്ച ഇങ്ങോട്ടൊന്ന് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ആൻറ്റി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് കാണിക്കാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാ വാന്ന്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ചായയൊക്കെ റെഡിയായി, ചായയൊക്കെ എടുത്തു, അവർക്കുള്ള ചായ കൊടുത്ത്. എൻ്റെ ചായ ഇവിടെ അടുപ്പുംകര ഗ്യാസിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. നമ്മളില്ലേ നാട്ടിൽ അടുപ്പുംകര എന്നൊക്കെ പറഞ്ഞ് ഞാൻ മിക്കവാറും അടുപ്പുംകര എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അടുപ്പുംകര എന്ന് പറയുന്നത് ഈ പാതാമ്പരം ഈ വിറകടുപ്പിനാണ് അടുപ്പുംകര എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ നമ്മുടെ ഗ്യാസല്ലേ, അപ്പം ഗ്യാസിൻ്റെ അവിടെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇതെല്ലാം കൊടുത്തിട്ട് എനിക്കിനിയും ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ്. കാരണം ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പോവുകയാണെന്നുള്ള വീട്ടിലെ പെണ്ണുങ്ങൾ നാട്ടിലൊക്കെ പോകുമ്പം അതേസമയം എല്ലാവരും കൂടെ ഒരുമിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. അത് കുറച്ച് പേര് പോകും, കുറച്ച് പേര് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അവരുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഓർത്തോർത്ത് ഇതെല്ലാം ഞാനിങ്ങനെ എന്തെങ്കിലും അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴായിരിക്കും കൊണ്ടുപോകേണ്ടിയ കാര്യങ്ങൾ. പിന്നെ അതുടനെ എടുത്ത് കൊണ്ട് ഞാൻ ഒരിടത്ത് ഒതുക്കി വെക്കും. എന്നിട്ട് പിന്നെ എല്ലാം കൂടെ ആ സമയമാകുമ്പോൾ പാക്ക് ചെയ്യാമെന്ന് വെച്ച്. അല്ലെങ്കിൽ ഞാൻ പോളിനോടാണെങ്കിലും പറയും കിട്ടുന്നത് നമ്മൾ കൊണ്ടുപോകാനുള്ള പെട്ടിക്കകത്താണെങ്കിൽ പെട്ടിക്കകത്ത്, അല്ലെങ്കിൽ ബാഗിൻ്റെ അകത്താണെങ്കിൽ ബാഗിൻ്റെ അകത്ത് അങ്ങ് എടുത്ത് വെക്കെന്ന് പറയും. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഇതിൻ്റെ അകത്തങ്ങ് അടിച്ച് 2-3 വിസിലടിച്ചെടുക്കാമെന്നും പറഞ്ഞ് ഇരിക്കും. അപ്പം ഞാനതിൻ്റെ അകത്തൊരു 3-4 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് ഞാൻ ചെറിയതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അതുകൂടെ ഇട്ട് പുളിവെള്ളവും എല്ലാം കൂടെ ചേർത്ത് ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ഞാൻ എപ്പോൾ സാമ്പാർ വെക്കുമ്പോഴും എനിക്ക് ഓരോരുത്തരുടെ കമൻറ്റ് വരത്തില്ലേ, എനിക്കങ്ങ് ചിരിയും വരും അന്നേരം. കാരണം ഈ പിള്ളേരെ ഓർത്താൽ ഇങ്ങനെയൊക്കെ അങ്ങ് അടിച്ച് കലക്കി സാമ്പാറാക്കുന്നത്. എങ്ങനെയും ഇതിങ്ങടെ വയറ്റി. അതേസമയം അവർക്ക് നമ്മൾ വെളിയിലത്തെ എന്തെങ്കിലും ഒന്ന് പേരെഴുതി കാണിച്ചാൽ മതി, അതൊക്കെ ഭയങ്കര നൂഡിൽസും ചൈനീസും അതൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് വീട്ടിൽ വെക്കുന്ന ഇതൊന്നും പച്ചക്കറികളൊന്നും അവർക്ക് അങ്ങോട്ട് കഴിക്കാൻ പാടില്ലേ. അപ്പം ഞാൻ തുമരയും കൂടെ കഴുകിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതാവുമ്പോൾ ഞാൻ നാളെ രാവിലെയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പിന്നെ കറി ഉണ്ടാക്കണ്ടല്ലേ, ഇത് സാമ്പാറുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇന്നിത് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ സാമ്പാർ വെക്കുകയെന്ന് പറഞ്ഞാൽ ഒരാൾ പോൾമോൻ അടുക്കളയിൽ വന്നോണ്ടേ സാമ്പാർ വെക്കുന്നതെന്ന് പറഞ്ഞാൽ പറയാം മമ്മി മധുരമുള്ള സാമ്പാർ ഉണ്ടാക്കണേ. ഞാൻ പറയാം പോടാ, അത് ദോശയ്ക്കും ഇഡലിക്കൊക്കെയാണ് നല്ലത്, ഈ ചോറിന് അതത്ര നല്ലതല്ലെന്ന്. അവന് അങ്ങനെയുള്ളത് ഭയങ്കര ഇഷ്ടം, ഇച്ചിരി ചെറിയ മധുരമായിട്ടുള്ളത്. ഇപ്പോൾ ഇവന്മാർ രണ്ടും അവധിയായിട്ട് വീട്ടിൽ ഇരിക്കുമില്ലേ, ഇവന്മാർ രണ്ടും ഉള്ളപ്പോൾ എൻ്റെ ജോലികളും കൂടെ നടക്കത്തേ ഇല്ല. കാരണം ഫുൾ ടൈം മൊബൈൽ കൊടുത്ത് അവിടെ കൊടുത്ത് ഇരിക്കാമോ, രണ്ടുപേരും എന്നെ ഒരു ഡിസ്റ്റർബും ചെയ്യത്തില്ല,
അനങ്ങാതെ അവിടെ രണ്ടുപേരോടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ചിരി വരുമ്പോൾ അറിയാം അവിടെ ആൾക്കാരുണ്ടെന്ന്. അതേസമയം മൊബൈൽ ഇങ്ങോട്ട് വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ അവിടെ അവൻ എന്നെ ഇത് ചെയ്ത് ഇവൻ എന്നെ ഇത് ചെയ്ത്, രണ്ടെണ്ണത്തിനെയും കൂടെ ഫുൾ ടൈം മൊബൈലും കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ. ഞാൻ നേരം പറയും ചെസ്സ് കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി രണ്ടുപേരോട് ചെയ്യുക, അതങ്ങോട്ട് രണ്ടുപേരോട് ഇരിക്കും. പിന്നെ അടിയിൽ കലാശിച്ച് അങ്ങ് നിർത്തും. രണ്ടുപേരോട് ഉള്ളപ്പം ഒന്ന് സമയം പോക്കുന്ന പാട് എനിക്കറിയാം ദൈവമേ. ഞാൻ അന്നേരം പറഞ്ഞ് ഇച്ചിരി നേരം അവിടെ ഇരുന്ന് ചെസ്സ് കളിക്കുമെന്നും പറഞ്ഞ് പിടിച്ച്. പോളിനറിയാം, മറ്റവനും അറിയത്തില്ല. അവനോട് വന്നിരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞാൽ അവന് ഒന്ന് താഴാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. अब एक मिनट ना, ये तो सिखाने बोलूं तो क्या मैं बोलूं? किंग जर्नी कौन नहीं है, किंग जर्नी है सबसे इजीएस्ट, उसी में तू भागेगा। देखना बड़ा कर। We just got done talking about mom as the queen. Let's talk about dad, which is the king. Well, let's be honest with you, the king is more like granddad because he moves really slowly. രണ്ടിനെയും കൂടെ പോളിനറിയാം. പോള് പറഞ്ഞിടാ വന്നിരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പോയില്ല. പിന്നെ ഞാൻ പറഞ്ഞു പോയി പഠിക്കാതെ ഞാൻ മൊബൈൽ തരത്തില്ല, അത് പോയിരുന്ന് കളിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഇവിടെ ഇരുന്നെയാ. അപ്പം ഞാൻ കടുക് വറുത്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൽ തേങ്ങ എടുക്കാൻ പോയടനെ അറിഞ്ഞത് മല്ലിയില ഉണ്ടായിരുന്നെന്നുള്ളത്. ഇന്നാളി വാങ്ങിച്ച മല്ലിയില ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് കഴുകി ഞാനിപ്പം ഇതിൻ്റെ അകത്ത് ഇട്ടതാണ്. ഞാൻ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി നേരത്തെ ഇട്ടേനെയായിരുന്നു. ഇപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല, അതങ്ങ് വഴന്നങ്ങ് പോയി. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ മസാല പുരട്ടി വെച്ചായിരുന്നു ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചില സമയത്ത് ഇങ്ങനെ നമ്മളിൽ പെട്ടെന്ന് ധൃതിയിൽ ചെയ്യുമ്പം വീഡിയോ എല്ലാം സെലക്ട് ചെയ്ത് വെക്കും, പക്ഷേ പ്രസ് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ എൻ്റെ ചിന്ത മൊത്തം ഞാൻ പ്രസ് ചെയ്തെന്നാണ്. പിന്നെ ഞാൻ ഓഫാക്കാനായിട്ട് വീഡിയോ ഓഫാക്കാൻ നോക്കിയപ്പോഴാണ് ഓണല്ലെന്നറിഞ്ഞത്. അങ്ങനെയുള്ള ആ ഒരു സമയം വരുന്നതുകൊണ്ട് മനുഷ്യന് വിഷമവും വരും, സങ്കടവും ദേഷ്യവും എല്ലാം വരും. ഇല്ലാത്ത സമയത്ത് നമ്മളെല്ലാം മസാല എല്ലാം പുരട്ടുന്നു, എല്ലാം ചെയ്യുന്നു, കാണിക്കാൻ നേരം ദാണ്ട കിടക്കുന്നു, നമ്മൾ ഓണാക്കത്തില്ല. തേങ്ങയുടെ ക്ഷാമം. തോരനൊക്കെ കാബേജോറിനൊക്കെ നല്ല തേങ്ങ വേണം. തേങ്ങയ്ക്ക് 35-40 രൂപയാണേലും ഒരു കുഞ്ഞൻ തേങ്ങ. ഒരു തേങ്ങ ഒന്നും തിരുമിയാൽ ഒന്നുമില്ല. അപ്പോൾ കാബേജ് അടപ്പത്തിട്ടിട്ട് പിന്നെ തുണിയും കഴുകാനിട്ടിട്ട് തുണിയായി. പിന്നെ തുണി വിരിക്കണം. ഇതങ്ങോട്ട് അടപ്പത്തിട്ടിട്ട് ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ച്. റീസമ്മോൻ ഇവിടെ ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ റീച്ച മുഴുവനേ ഉള്ള അത് ഒന്ന് രണ്ടാക്കി കൊണ്ടുവരാൻ. അത് കൊടുത്താലും കുഴപ്പമില്ല. ഈ വലിയതാകുമ്പോൾ അത് വേവാനും എല്ലാം ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് 2 പീസാക്കി കൊണ്ടുവരും. അവന് ഇങ്ങനെ എല്ല് വേണമെന്നേ ഉള്ളൂ. അവർ ഇങ്ങനെ ലെഗ് പീസ് മൊത്തത്തിൽ വേണമെന്നൊന്നുമില്ല. ലെഗ് പീസ് അല്ലെങ്കിലും വേറെ ഏതെങ്കിലും ഭാഗം എല്ലോടുകൂടി കൊടുത്താലും അവൻ സന്തോഷം. മസാല പുരട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 2 കറിവേപ്പില, ഇതെല്ലാം കൂടെ ഉപ്പും എല്ലാം കൂടെ ചേർത്താണ് മസാല പുരട്ടി വെച്ചത്. ഇച്ചിരി ഗരം മസാലയും. ഇപ്പം ചൂട് കാരണം സഹിക്കാൻ വയ്യ. ഞാൻ ഇനിയും ഇത് അടപ്പത്തിട്ടിട്ട് പോയി തുണി വിരിക്കട്ടെ. അപ്പം തുണിയും കൂടെ വിരിച്ചിട്ട് പോയി കുളിക്കാമെന്ന് വെച്ച്. അപ്പോൾ പോളിനോട് ഞാൻ ഹോളിൽ തുണി വിരിക്കാൻ പറയണേ. പോള് പറഞ്ഞു താണ്ട ഇവന് പ്രൈസൻ എന്താ ഒരു ജോലിയും കൊടുക്കാത്ത. അപ്പോൾ പ്രൈസൻ പറഞ്ഞു ഞാൻ കുഞ്ഞാണ്. ഞാൻ പറഞ്ഞു നീ ഒരു കുഞ്ഞുമല്ല, നിൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഓരോ ജോലികൾ ചെയ്യും. ഞാൻ പറഞ്ഞു ഒരു കാര്യം. പോള് പറഞ്ഞ് നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം അവൻ ആദ്യം ഞാൻ പോകത്തില്ല ഞാൻ പോള് പറഞ്ഞാൽ അവൻ കേട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ചേറയിൽ നിന്ന് ഡ്രസ്സുകൾ നീ കൊണ്ട് അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഹാങ്കറിലൊക്കെ എങ്ങനെ ഇടുന്നതെന്നുള്ളതൊക്കെ പോള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ പഠിപ്പിക്കാൻ നടന്നാൽ അവിടെ അടിയും ബഹളവുമാണ്. അപ്പം ഞാൻ തുണിയൊക്കെ ഒന്ന് വിരിച്ച് ഇടട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ.
സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.